ഹായ്, ഇറ്റ്സ് മീ കാർത്തിക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സമയത്ത് നമുക്ക് ഒരു കുട്ടി ജനിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടാവും. കുട്ടികൾ എപ്പോഴും നിഷ്കളങ്കരാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് കുട്ടികൾ. അപ്പൊ ഈ കുട്ടികളെ കുറിച്ചിട്ട് ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഈ കുട്ടിയുടെ ചിത്രം മനസ്സിൽ കരുതുക. എല്ലാവരും കരുതിയെന്ന് വിചാരിക്കുന്നു. ഇനി കുട്ടി ജനിച്ചത് ലണ്ടനിലാണെങ്കിൽ ആ കുട്ടിയുടെ രൂപം മനസ്സിൽ കരുതുക. എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ ഇനി ആ കുട്ടി ജനിച്ചത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ മനസ്സിൽ എടുത്ത് സങ്കല്പിച്ചാൽ മതി. ഇനി ആ കുട്ടി ജനിച്ചത് ആഫ്രിക്കയിലുള്ള നൈജീരിയയ്ക്ക് അടുത്തുള്ള ചാഡ് എന്ന് പറഞ്ഞ രാജ്യത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മനസ്സിലേക്ക് പലവിധ രൂപങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. കുട്ടികളുടെ രൂപങ്ങൾ. അതിന് മിക്കപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കുട്ടിയുടെ ഓരോ ആരോഗ്യം, ശാരീരിക ആരോഗ്യം എന്നുള്ളൊരു ഘടകത്തിലേക്ക് എത്തുമ്പോൾ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ചാഡ് എന്നുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ആരോഗ്യത്തിനുള്ള ചില നിർണായക ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചതിന് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളെയാണ് ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഒരു മനുഷ്യൻ ജനിച്ച് വളർന്ന് അവിടെ വയസ്സായിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആരോഗ്യത്തിന്റെ സാമൂഹിക നിർണായക ഘടകങ്ങളെ നമ്മൾ നോൺ മെഡിക്കൽ ഫാക്ടേഴ്സ്, അതായത് മെഡിക്കൽ അല്ലാത്ത ആരോഗ്യത്തിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിട്ടാണ് പറയാറ്. പഠനങ്ങൾ പറയുന്നത് 33 തൊട്ട് 50% വരെ ആരോഗ്യത്തിനെ നിർണ്ണയിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സാമൂഹിക നിർണായക ഘടകങ്ങൾക്ക് പങ്കുവലുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ എവിടെയാണ് ജനിക്കുന്നത് എന്നുള്ളത് തന്നെ അവന്റെ ജീവിത കാലയളവ് എത്രത്തോളം ഉണ്ട് എന്നതിൽ, അതായത് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എത്രത്തോളം ഉണ്ട് എന്നത് വരെ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്ര ഉണ്ട് എന്നുള്ളത് വരെ നിർണ്ണയിക്കപ്പെട്ട് കഴിയുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, UK ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആ കുട്ടിയുടെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിലാവും എന്ന് സാമൂഹിക നിർണായക ഘടകങ്ങൾ കൊണ്ടും അവിടുത്തെ ജീവിത സാഹചര്യം കൊണ്ടും ഏകദേശം കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലാകട്ടെ അത് 70 വയസ്സിന് മുകളിലായിട്ടാണ് കാണുന്നത്. ഇനി ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയ്ക്ക് അടുത്തുള്ള ചാഡിൽ ഇപ്പോൾ ഏറ്റവും ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞ രാജ്യം. അവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ജീവിത ആയുർദൈർഘ്യം എന്ന് പറയുന്നത് വെറും 52 വയസ്സാണ്. നമ്മുടെ കാലങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് ഈ ലൈഫ് എക്സ്പെക്ടൻസി വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സിനോട് അടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ 70 വയസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരു ഇനീക്വാലിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് ഹെൽത്ത് വഴി കിട്ടേണ്ട, ആരോഗ്യപരമായിട്ട് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഒരേപോലെ കിട്ടാത്തത് കൊണ്ട് പലരുടെ ജീവിതത്തിലെ ആരോഗ്യ നിലവാരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ സംഘടന ഒരു കമ്മീഷനെ നിർമ്മിക്കുകയോ അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇതിന് നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ ആയുർദൈർഘ്യം ശരാശരി 70 ആണ്. ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റുകൾ തമ്മിൽ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിൽ നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 65 വയസ്സിനോട് അടുത്താണ്. കേരളത്തിലാകട്ടെ അത് 75. അപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ
ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളിലും വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നതിലും വ്യത്യാസം കാണുന്നുണ്ട്. ഒരു 10 വയസ്സിന്റെ വ്യത്യാസമാണ് കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയും UP യിൽ ജനിക്കുന്ന കുട്ടിയുടെയും ആയുർദൈർഘ്യത്തിൽ ജനിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യത്യാസമാണ് കണ്ടുവരുന്നത്. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തിന് സാമൂഹികമായിട്ട് നിർണ്ണയിക്കുന്നതിൽ സ്വാധീനിക്കുന്നുള്ളത് നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ചു എന്നുള്ളതാണ്. ആ കുടുംബത്തിന്റെ വരുമാനവും ആ കുടുംബത്തിന് നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള സുരക്ഷിതത്വവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ വളർച്ചയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് ബ്ലോഗറുണ്ട്, സനന്ദു സുരേഷ്. അതിപ്പോൾ കശ്മീർ തൊട്ട് കേരളത്തിൽ തൊട്ട് കശ്മീരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അവർ യാത്ര പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ സംസ്ഥാനത്ത് നിർത്തിയും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സാധാരണ ജനങ്ങളുടെ വരുമാനമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ദിവസം സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് 800 രൂപയെ തൊട്ടിട്ട് മേലേക്ക് പണം കിട്ടുന്ന രീതിയിലൊക്കെ ഉണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കാർക്കൊക്കെ 300 രൂപേൻ്റെ മേലെയാണ് ഉള്ളത്. അപ്പോൾ 800 രൂപേൻ്റെ മേലെ പൊതുവെ കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളിവിടെ ചെയ്യുന്ന അതേ കൂലിപ്പണികളും മറ്റും ചെയ്യുന്ന മറ്റുള്ളവർക്കൊക്കെ 400 തൊട്ടിട്ട് 500, 600 ആ റേഞ്ചിലൊക്കെ പണം കിട്ടുന്ന ആൾക്കാരാണുള്ളത്. ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ്, അതായത് ജോലി ചെയ്യുന്ന സമയം ഇവിടുത്തെക്കാട്ടിലും കൂടുതലായിട്ടും അവിടെ. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഓരോ കുടുംബത്തിനും കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇത് സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഇനി വേറെ ജോലികളാണെങ്കിൽ തന്നെ സമ്പന്നരുണ്ട്, അതിസമ്പന്നരുണ്ട്, പിന്നെ ഈ നിത്യജീവിതത്തിൽ ഈ എക്കണോമിക്കലി കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ ഇൻകം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അന്തരമുണ്ട്. നമ്മുടെ ഈ ടോട്ടൽ ഇന്ത്യയിൽ തന്നെയുള്ള കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏകദേശം അതിസമ്പന്നരുടെയും സമ്പന്നരുടെ അടുത്താണ് 75% വെൽത്ത്, എക്കണോമിക് വെൽത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ളത് തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ള ജനതയുടെ അടുത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻകം ഡിസ്പാരിറ്റി, അതായത് വരുമാനത്തിലുള്ളൊരു വ്യത്യാസം നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഓർമ്മയിൽ വേണം. അപ്പോൾ ഇൻകം കുറഞ്ഞൊരു സ്ഥലത്ത് ജനിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ഇതിനൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് എങ്ങനെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതിന് വളരെ അധികം ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാനും ഇടയുണ്ട്. അടുത്തത് നമ്മളിപ്പോൾ കുടുംബം ആ കുട്ടിക്ക് സൗകര്യങ്ങൾ ഒരുക്കി, ആവശ്യത്തിനുള്ള ഇൻകമൊക്കെ ഉണ്ടെങ്കിൽ, സോഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ജോലിയാണ്. ആ കുട്ടി വളർന്ന് ഒരു ജോലിക്ക് പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ വർക്ക് ലൈഫ് എങ്ങനെ നമ്മൾ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു കഥയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ശരിക്കും ഉണ്ടായതാണ്. ഒരു 16-18 നൂറ്റാണ്ടുകളിൽ സെയിലേഴ്സ് ഡിസീസ്, അതായത് നാവികരായിട്ട് പോകുന്ന ആൾക്കാർ, ചരക്ക് നീക്കത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ പിടിപെട്ട് വരുന്നു. അതിന് കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ ശരീരം ക്ഷീണിക്കുക, ഭയങ്കര മസിൽ ക്രാംസ് ഉണ്ടാവുക, ക്ഷീണിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെ പോയി ഇമ്മ്യൂണിറ്റി കുറഞ്ഞ്, പ്രതിരോധശേഷി കുറഞ്ഞ് അസുഖങ്ങൾ വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് കാരണമായിരുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആയിരുന്നു. അത് കണ്ടെത്താൻ ഒരുപാട് കുറേ കാര്യം കഴിഞ്ഞിട്ടാണ് അത് കണ്ടെത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ നാവികരായിട്ട് പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിന് കടൽ മാർഗം പോകുന്ന ആൾക്കാർക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മിക്കവാറും കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയുടെ കുറവ് വരികയും അവർക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അത് കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ ഈസിലി നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അന്ന് അത് കാരണം തന്നെ 10-20 ലക്ഷത്തോളം ആൾക്കാർ ഈ നൂറ്റാണ്ടുകളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വർക്ക് ലൈഫ് ഇത്തരത്തിൽ പല സാഹചര്യത്തിലും നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ടാവാം. വർക്ക് ലൈഫ്, എത്ര സമയം നമ്മൾ ജോലി ചെയ്യുന്നു, ഏത് സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്, ആ ജോലി സാഹചര്യത്തിലുള്ള ഹെൽത്ത് റിസ്ക്, ചിലപ്പോൾ വല്ല പൊല്യൂഷൻസും ഉള്ള ഫീൽഡ് വർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള നമ്മളെന്തൊക്കെ മാർഗങ്ങൾ
സ്വീകരിക്കുന്നുണ്ട്. ഉയരങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ സേഫ്റ്റി എക്വിപ്മെന്റ്സ് എത്രയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാവാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അറിവുണ്ടോ, അതിനെക്കുറിച്ചിട്ട് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയുടെ സംസ്കാരമാണോ നമുക്കുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വർക്ക് പ്ലേസ് കണ്ടീഷൻ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ നമ്മളെ ആരോഗ്യത്തിന് വളരെ ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൂടി പറയുന്നു. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ കുട്ടി വളർന്നു വരുമ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അത് സ്കൂൾ തലത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൽ നിന്ന് കുട്ടിക്ക് താല്പര്യമായിട്ടുള്ള ഒരു സ്കിൽ പഠിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്. അതുവഴി കിട്ടുന്ന വരുമാനവുമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എത്രത്തോളം ലഭിക്കുന്നു എന്നുള്ളതിനും അനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ. ഇനി വലിയ എഡ്യൂക്കേഷൻ കൂടിയ ആൾക്കാരും ചില അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അക്യുറേറ്റ് അല്ലാത്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അവരുടെ സാമൂഹികമായ പുരോഗതിക്കും വിദ്യാഭ്യാസം നേടി നല്ല ജോലി കണ്ടെത്തുന്നതിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കാര്യം പറയുമ്പോഴാണ് എനിക്കിപ്പോൾ അടുത്ത് ഇറങ്ങിയൊരു സിനിമ ഉണ്ട്, 12th ഫെയിൽ. അതിൽ ചമ്പൽ എന്നുള്ള ഗ്രാമത്തിൽ ജനിച്ച, ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി പഠിച്ച് ഒരു IPS ഉദ്യോഗസ്ഥനാവുന്ന ഒരു കഥയാണുള്ളത്. അപ്പോൾ അതിന് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ 12th ഫെയിൽ എക്സാം നടക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും പഠിച്ച് +2 പാസ്സാക്കുന്നതിന് ചീറ്റിങ് ചെയ്യുന്നുണ്ട്. സ്കൂൾ അധികൃതർ തന്നെ കൂട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും +2 പാസ്സാണെന്ന് പറയുന്നത് കൊണ്ടോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടോ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നേറി അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് മുന്നേറി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ചിന്തകളോ വീക്ഷണങ്ങളോ വളരാത്ത ഒരു സമൂഹമാണ് ഉണ്ടാവുന്നത് അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ്. നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് വിദ്യാഭ്യാസ ഇതിൽ വരുത്താം. സ്കില്ല് ബേസ് ചെയ്തിട്ടുള്ള, അതായത് കാണാതെ പഠിച്ച് എക്സാം എഴുതുന്ന തരത്തിലുള്ള എക്സാമുകളിന് പുറമെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്ത് എല്ലാവരും അക്കാദമിക്കലി ആയിട്ട് ബ്രില്യൻസ് ആവണമെന്നൊന്നുമില്ല. അക്കാദമിക്കലി അല്ലാത്തവർക്ക് വേറെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവേണം. പിന്നെ നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി, അല്ലെങ്കിൽ മീഡിയ ലിറ്ററസി, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ ട്രേഡിങ്, അതിനൊക്കെ നമ്മൾ ഒരുപാട് ഇനി മുന്നോട്ട് പോകാനുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ജനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ആരോഗ്യം സാമൂഹികമായിട്ട് ഉന്നമനത്തിലേക്ക് പോകുന്നതിന് ആയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഘടകവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഘടകത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് നിർത്തുകയാണ്. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബേസിക് നീഡായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വെള്ളം എന്നീ കാര്യങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സർക്കാർ തലത്തിലും അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പബ്ലിക് സർവീസ് തലത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, ഫുഡ് സെക്യൂരിറ്റിയാണ് ഏറ്റവും മോസ്റ്റായിട്ട് നിൽക്കുന്നത്. നമ്മുടെ 2 തലമുറ മുൻപുള്ള അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ, അച്ഛൻ, അമ്മ എന്നിവരോടൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഈ തലമുറകളിലേക്ക് അത്രയ്ക്ക് എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നുള്ളതും കൂടി അറിയില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടി കഴിച്ച് സ്കൂളുകളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രം പോകുന്ന കുട്ടികളുണ്ടായിരുന്ന ഒരു കാലം. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വ്യത്യാസപ്പെട്ടെങ്കിലും ഇപ്പോഴും ഹങ്കർ ഇൻഡെക്സിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് 125 രാജ്യങ്ങളിലുള്ളതിൽ 123 രാജ്യങ്ങളിലുള്ളതിൽ 111 സ്ഥാനത്താണ് ഇന്ത്യ ഇന്നും ഹങ്കർ ഇൻഡെക്സിൽ. അപ്പോൾ ഇപ്പോഴും ഏകദേശം ഇന്ത്യയിലുള്ള കുട്ടികളിൽ 43% പേരും അണ്ടർ നറിഷ്ഡാണ് അല്ലെങ്കിൽ മാൽ നറിഷ്ഡാണ് എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വ്ളോഗറായിട്ടുള്ള ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കടകളിലൊക്കെ ഉത്തരേന്ത്യ ഇതിലൊക്കെ പോകും. അപ്പോൾ അവിടെ കടകൾ പൊതുവെ കുറവാണ്. കിട്ടുന്നതാണെന്നുണ്ടെങ്കിലോ നമ്മൾ സമീകൃതാഹാരം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഫുഡ് കൾച്ചർ അല്ല അവിടെ പലപ്പോഴും ഉണ്ടാവുന്നതും ആ യാത്രയിൽ ഇങ്ങനെ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം സമീകൃതാഹാരം കിട്ടുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി നമുക്കുണ്ട് എന്നുള്ളതും മറ്റുള്ള ഹൗസിങ്,
കിട്ടുന്ന ജലത്തിൻ്റെ ഗുണമേന്മ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അത് എങ്ങനെ നമുക്ക് എത്തുന്നു എന്നുള്ളതും അതിനെന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഭക്ഷണത്തിന് മുന്നോട്ടുണ്ടായപ്പോൾ മിഡ് ഡേ മീൽ പ്രോഗ്രാം, ഉച്ചഭക്ഷണ വിതരണമൊക്കെ തുടങ്ങി. പിന്നെ പാല്, മുട്ട, അങ്ങനെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ, പിന്നെ അതേപോലെ ICDS പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാമൂഹിക നിർണായക ഘടകങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുവഴി ആ ഓവറോൾ ജനതയുടെ ആരോഗ്യത്തിന് വളർത്തുക എന്നുള്ളതാണ് ഈ ഘടകങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സാധിക്കുന്നത്. ഘടകമായിട്ട് നമുക്ക് പറയാവുന്നത് വ്യവസ്ഥിതികളോടുള്ള നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ആഗോളതലത്തിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്, അതായത് പഞ്ചായത്ത് വാർഡ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, അത് വ്യവസ്ഥിതികളോടുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ ഒരു ജോലി സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാം. ഞാനൊരു കോൺട്രാക്ട് സ്റ്റാഫായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ അതേ ജോലികളാണ് നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യങ്ങളോ ഒന്നും കോൺട്രാക്ട് സ്റ്റാഫുകൾക്ക് കിട്ടില്ല. അപ്പോൾ സർക്കാർ ജോലി എന്ന് പറയുന്നത് സേഫർ ജോലിയാണ് നമ്മുടെ നാട്ടിൽ കണക്കാക്കുന്നത്. മറ്റുള്ള ജോലികൾക്ക് അത്ര ജോബ് സെക്യൂരിറ്റി ഇല്ല. ഇനിയോ ഇത് സർക്കാർ തലത്തിൽ തന്നെ ഇടപെടുമ്പോഴോ കോൺട്രാക്ട് സ്റ്റാഫുകളോടുള്ള സമീപനമോ അല്ലെങ്കിൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള ജോലികളുടെ സമീപനമോ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ കോൺട്രാക്ട് സ്റ്റാഫുകളുള്ള പലർക്കും ഈ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു 6-7 മാസമൊക്കെ സാലറി കിട്ടാത്ത അവസ്ഥകളിലൂടെ പോകുന്ന ആരോഗ്യ പ്രവർത്തകർ, മാനസികാരോഗ്യ പ്രവർത്തകരൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങുകയാണ്, അതിന് നിയമപരമായിട്ട് അല്ലെങ്കിൽ ക്ലറിക്കൽ തലത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളിൽ ചിലപ്പോൾ ചുവപ്പ് നാട അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അകാരണമായിട്ട് അത് തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വ്യവസ്ഥകളോട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതൊരു കാര്യത്തിനും ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികളിലെ നൂലാമാലകൾ പറഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും ചിലപ്പോൾ അവരുടെ ഓവറോൾ മാനസികാരോഗ്യത്തിനെ ബാധിക്കാവുന്ന ഘടകങ്ങളാണ്. അത് സാമൂഹികമായിട്ട് ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് വ്യവസ്ഥകളോടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ പൊരുത്തക്കേടുകളും ഒക്കെ എന്ന് പറയുന്നത്. അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ ഉൾപ്പെടുത്തലുകൾ, അതായത് എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് നിർത്തുന്ന ഉൾപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങൾ, വിവേചനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഘടകങ്ങളൊക്കെ ആരോഗ്യത്തിനെ ബാധിക്കും. ഇതില്ലെങ്കിൽ, ഉൾപ്പെടുത്തലുകളില്ലാതെ അല്ലെങ്കിൽ വിവേചനത്തോടു കൂടി പെരുമാറുന്നതൊക്കെ മനുഷ്യൻ്റെ, ആ സമൂഹത്തിലുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമുക്കത് ഇപ്പോൾ പറയാവുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളാവാം, വിവേചനത്തോടുകൂടിയുള്ള പെരുമാറ്റങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാവാം, നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങൾ തമ്മിലാവാം, നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് വാർഡുകൾ, നമ്മുടെ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ചിലപ്പോൾ ഈ തരത്തിൽ വിവേചനത്തോടുകൂടി പെരുമാറുന്നതൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ വിസിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഉമ്മ കുറച്ച് വിഷാദരോഗം, അപ്പോൾ ആൻസൈറ്റി, ആകാംക്ഷ രോഗമൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ബേജാറ് എന്ന് പറയുന്നത്, വിഷമം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഇവിടുന്ന് നാട് കടത്തുന്നത് കേൾക്കുന്നുണ്ട്, പാകിസ്ഥാനിലേക്ക് പോകുന്നു പറയുന്നുണ്ട്, അങ്ങനത്തെ ന്യൂസൊക്കെ കേട്ടിട്ടാണ് ആളടുത്ത് ആരെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞതാവും, അല്ലെങ്കിൽ ന്യൂസിൽ എപ്പോഴെങ്കിലും കേട്ടതാവും, അങ്ങനത്തെ ടെൻഷൻ വെച്ചിട്ട് പറയുമ്പോൾ ഇവിടെ പലപ്പോഴും എന്നൊക്കെ പറയുന്നത് ഭൂരിപക്ഷവും മുസ്ലിംസായിട്ട് വരുന്ന ജനവിഭാഗം കഴിയുന്ന നാട്ടിൽ ഇത്തരത്തിലുള്ള ഭീതികളുടെ രാഷ്ട്രീയം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ന്യൂനപക്ഷമായിട്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലത്ത് ഇത് നേരെ തിരിച്ചു നടക്കാം. അപ്പോൾ അങ്ങനത്തെ ഭയം, ഭീഷണി അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമൊക്കെ ആൾക്കാരുടെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കാം. അതായത് വിവേചനങ്ങളില്ലാതെ ഭയത്തിൻ്റെ രാഷ്ട്രീയത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ഈ അവരുടെ മാനസികാരോഗ്യത്തിനെയും സാമൂഹിക ആരോഗ്യത്തിനെയും ആൾക്കാരായിട്ട് ഉൾപ്പെടുത്തലുകളില്ലാതെ വിവേചനത്തോടു കൂടി പെരുമാറുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അയോധ്യ വിഷയത്തിലൊക്കെ അത്തരത്തിലുള്ള ഭയത്തിൻ്റെ രാഷ്ട്രീയം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സാമൂഹിക ആരോഗ്യത്തിൻ്റെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ. ഇനി നമുക്ക് പറയാവുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് ഹെൽത്ത് ആക്സസിബിലിറ്റി. ഈ അറിവും എല്ലാ കാര്യങ്ങളും ആക്സസിബിലിറ്റി എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിലും ഹെൽത്ത് ഏതൊക്കെ തരത്തിൽ എല്ലാവർക്കും എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ, അത് ക്വാളിറ്റി കെയർ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം. അതിന് പലപ്പോഴും ലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അവർക്കൊക്കെ ക്വാളിറ്റി കെയർ കിട്ടുന്ന തരത്തിലേക്ക് സ്കില്ലായിട്ടുള്ള ആൾക്കാരുടെ അഭാവങ്ങളൊക്കെ വളരെയധികം നമ്മുടെ നാട്ടിൽ രൂക്ഷമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ഇത്രയും ഘടകങ്ങൾ, ഈ പറഞ്ഞ ഓരോ ഘടകങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ ആസ് എ ഹോൾ, നമ്മളെ സമൂഹത്തിൽ നിൽക്കുന്ന നമ്മളുടെ ആരോഗ്യത്തിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവബോധം കിട്ടുക എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, ഇത് ആഗോളതലത്തിൽ ഈ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം, ജില്ല, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പഞ്ചായത്ത്, വാർഡ്, നമ്മൾ അയൽവാസി, ആ തരത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ കൂടി ഈ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ആരോഗ്യത്തെ ബാധിക്കും എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഈ ആരോഗ്യത്തെ പറ്റിയുള്ള 2 വീഡിയോകൾ നമ്മളിതുവരെ ചെയ്തു. ഒന്ന്, എന്താണ് ആരോഗ്യം, എന്താണ് മാനസികാരോഗ്യം, പിന്നെ SDH, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്നുള്ളത്. ഈ 2 വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഇറ്റ്സ് മീ കാർത്തിക്.